വികസനം ഒരു രാജ്യത്തിന് അത്യന്താപേക്ഷിതം തന്നെയാണ്, അതിൽ സംശയം ഏതുമില്ല. പ്രത്യേകിച്ചും റോഡ് വികസനം എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് ഓരോ സംസ്ഥാനത്തിലും റോഡ് വികസനം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്, അതിലും സംശയമില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ ഇന്നിപ്പോ നമുക്കറിയാം വികസനത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് റോഡ് വികസനങ്ങൾ. കേരളത്തിൽ തെക്ക് തൊട്ട് വടക്ക് വരെയും വടക്ക് തൊട്ട് തെക്ക് വരെ ദേശീയപാതയുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഉയരപ്പാത പ്രവർത്തനങ്ങൾ എല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. പക്ഷേ അതിന് ഇന്നിപ്പോൾ ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നവരുടെ സമയം മാത്രമല്ല, അവരുടെ മരണസമയം കൂടെ കുറിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു പോക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ അരൂർ തുറവൂർ ദേശീയപാത സഞ്ചാരത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ തുറവൂർ മുതൽ കൊച്ചി വരെയുള്ള ദേശീയപാതയെ കുറിച്ചാണ്. എന്നാലും എടുത്തു പറയേണ്ടത് തുറവൂർ അരൂർ പാത തന്നെയാണ്. അത് ഒരു മരണ കിണറായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതാണ്ട് പണി തുടങ്ങി, ഉയരപ്പാത നിർമ്മാണത്തിന്റെ പണി അവർ 3 വർഷമാണ് കരാറുകാർ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 1.5 വർഷത്തിന് മീതെയായി ഇപ്പോൾ അവിടെ പണി നടക്കുന്നു. എന്നാൽ ജനങ്ങളുടെ പണിയുടെ കാര്യം പോക്കായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഓരോ ദിവസവും പത്രവാർത്തയിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ നിൽക്കുന്നത്. ഒരു ദിവസം ഒരാളെങ്കിലും അവിടെ മരണത്തിൽ ചെല്ലാത്തതയോ അല്ലെങ്കിൽ മരണത്തിൽ പെടാത്തതോ അല്ലെങ്കിൽ അപകടത്തിൽ പരിക്കേറ്റോ ഗുരുതരാവസ്ഥയിൽ കഴിയുകയോ ചെയ്യാത്ത ദിവസങ്ങളില്ല എന്ന് തന്നെ വേണം പറയാൻ. വൈദ്യുതിയില്ല, റോഡിൽ കൃത്യമായ സിഗ്നലുകളില്ല, കുഴിയെന്ന് പറഞ്ഞാൽ പാതാള കുഴിയല്ല, മരണക്കിണറെന്ന് തന്നെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സർക്കസുകളിലൊക്കെ കാണാറില്ലേ, മരണക്കിണറിലൂടെ അഭ്യാസികൾ, അതായത് പിന്നെ പ്രാക്ടീസ് കിട്ടിയ പരിശീലനം ലഭിച്ച അഭ്യാസികൾ മരണക്കിണറിലൂടെ ബൈക്കുകളും കാറുകളും പായിക്കുന്നതിനേക്കാളും മാരകമായിട്ടാണ് കാൽനടക്കാരും സ്കൂട്ടർ യാത്രക്കാരും കാറുകാരും എല്ലാം അരൂർ തുറവൂർ പാതയിലൂടെ പോകുന്നത്. സമാന്തര പാത എന്നൊരു പാത അവിടെ ഇല്ല, അതൊരു സ്വപ്നങ്ങളിൽ മാത്രം. ആ സമാന്തര പാതയിൽ നിത്യേന ദിവസക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുന്ന കാഴ്ചയാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് തുറവൂർ അരൂർ എന്ന പാതയിൽ നിന്ന് കുമ്പളം ടോൾ വരെ എത്താൻ ഏതാണ്ട് 750 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ, അല്ലെങ്കിൽ വെറും 10 മിനിറ്റ് പോലും ഇല്ല, 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. പക്ഷെ അവിടെ നമ്മളൊന്ന് എത്തിച്ചേരണമെങ്കിൽ അത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് വരുന്നവർക്ക് അരൂർ എന്ന ആ സിഗ്നൽ തൊട്ട് കുമ്പളം ടോൾ പ്ലാസ വഴി എത്താൻ ഏതാണ്ട് 10 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. എന്നാൽ തിരിച്ചും അങ്ങനെ തന്നെ ടോൾ പ്ലാസയിൽ നിന്ന് അരൂർ ജംഗ്ഷനിലേക്ക് എത്താനും അതേ സമയം തന്നെ. പക്ഷെ ഇപ്പൊ 10 പകരം 2.5 മണിക്കൂറാണ് അരൂർ പാലത്തിലൊക്കെ വണ്ടികൾ കെട്ടിക്കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ സമയം സ്കൂളിൽ എത്താൻ സാധിക്കുന്നില്ല. നമ്മൾ ഓണത്തിരക്കിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ഓണത്തിരക്ക് കെങ്കേമം എന്ന് വേണമെന്ന് പറയാൻ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വ്യക്തിപരമായിട്ട് പോലും അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ്. ഒരു രക്ഷയുമില്ല. കൊച്ചിയിലേക്ക് ഒന്ന് എത്തിച്ചേരണമെങ്കിൽ ഒന്നെങ്കിൽ വള്ളം പിടിച്ചു പോകണം, ബോട്ട് പിടിച്ചു പോകണം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഫ്ലൈറ്റ് എടുത്ത് ഇതിലും ഭേദം ട്രിവാൻഡ്രത്ത് പോയി ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ഫ്ലൈറ്റ് പിടിച്ച് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നിപ്പോകും. അത്രയ്ക്കും പരിതാപകരമായ അവസ്ഥയിലേക്കാണ് റോഡിന്റെ പോക്കെന്ന് പറയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ പോലെ ഇത്രയും ശോച്യമായ രീതിയിൽ ജനങ്ങൾ, എനിക്കൊന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അരൂരിന്റെ ചുറ്റിനുമുള്ള കടകളും അല്ലെങ്കിൽ അരൂർ പാതയിലൂടെ സഞ്ചരിച്ച ആൾക്കാർ പകുതി പേര് മരണപ്പെട്ടിട്ടുണ്ടാവും. ആ അവസ്ഥയിലാണ് റോഡിന്റെ പോക്ക്. ജനങ്ങൾക്ക് എത്രയെന്ന് വെച്ച് ശ്രദ്ധയോടുകൂടി നടക്കാൻ പറ്റും? കാർ ആണെങ്കിൽ പോലും നടുപൊടിയുന്ന അവസ്ഥയിലേക്കാണ്. ഗർത്തങ്ങൾ, വെറും കുഴികളെന്ന് നമുക്ക് പറയാനാവില്ല, ഗർത്തങ്ങൾ എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ ഇപ്പൊ പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടം ഓടിയിട്ട് വരുവാണെന്നെങ്കിൽ തിരിച്ചവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ബ്ലോക്ക് 2 മണിക്കൂറാണ് അരൂര് മുതൽ, അല്ലെങ്കിൽ തുറവൂർ തൊട്ട് പോട്ടെ, തുറവൂര് കഴിഞ്ഞ് അരൂര് തൊട്ട് കുമ്പളം ടോൾ പ്ലാസ വരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഗതാഗത കുരുക്കാണ്. ഉത്സവകാലം മാറ്റി നിർത്തി നോക്കിയാലും അല്ലാത്ത ദിവസങ്ങളിലും അരൂര് ട്രാഫിക് ബ്ലോക്കിന് ഒരു കുറവുമില്ല, നിയന്ത്രിക്കാൻ ആളുകളില്ല, ആരോട് ചോദിക്കാൻ എന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിർമ്മാണ കമ്പനിയാണ് ഇതെല്ലാം ഉത്തരവാദിത്തോട് ചെയ്യേണ്ടത്, കരാറുകാരനെ ഇത് നിഷ്കർഷകൾ കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിന് ഇടപെടേണ്ട ഒരവസ്ഥയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മന്ത്രിമാരൊക്കെ പറന്നാണോ യാത്ര ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വേറൊന്നുമല്ല, അവരിതൊന്നും കാണുന്നില്ല, അവർക്ക് നടുവില്ലേ, അതോ അവർ റോബോട്ടാണോ? എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ പ്രതിനിധി എന്നല്ലേ ചോദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഒരു സ്വാഭാവികത ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പാതയിലൂടെ എങ്ങനെ ഇവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ആംബുലൻസിന് കടത്തിവിടാൻ പറ്റാത്ത രീതിയിലാണ് 4 വരികൾ 3 വരികളായിട്ട് കാറുകളും ലോറികളും ട്രെയിലറുകളും ഒക്കെ കിടക്കുന്നത്. ഇത് ബൈക്കുകളുടെ കാര്യം പിന്നെ അവർ കുത്തിക്കേറ്റി പിന്നെയും പോകുന്നു. കുത്തിക്കേറ്റി പോകുമ്പോഴാണ് അഗാധ ഗർത്തങ്ങളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സംഭവ വികാസമാണ് അവിടെ ഉള്ളത്. ആ വെള്ളത്തിലേക്ക് ചെന്ന് വീഴുകയും ബാലൻസ് തെറ്റി പല CCTV ദൃശ്യങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അമ്മയും കുട്ടിയും അപകടത്തിൽപ്പെടുന്നു, ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നു, വൃദ്ധന്മാർ അപകടത്തിൽപ്പെടുന്നു, സാധാരണക്കാർ അപകടത്തിൽപ്പെടുന്നു, ലോറി ചെന്ന് തടിലോറികൾ മറിയുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. നോർമലി വളരെ പതുക്കെ പോകുന്ന ഒരു റൂട്ടാണ്, ഇന്നിപ്പോ വളരെ സ്ലോ ഡൗണിൽ പോകുന്ന ഒരു റൂട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ പേരിൽ അരൂർ തുറവൂർ പാത എന്ന് പറയുന്നത്. അവിടെ ലോറിയൊക്കെ മറിയണമെങ്കിൽ അത് ഉറപ്പായിട്ടും വെറുതെ ചെന്നങ്ങ് മറിയുമല്ല, അവരെ ആ കുഴികളിൽ വീണ് ബാലൻസ് തെറ്റി മറിയണമെങ്കിൽ ആ കുഴിയുടെ ആഴം നിങ്ങളൊന്ന്
മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. ഇതിപ്പോ ഇതാ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അരൂരിലെ ജനകീയ സമിതി സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് വികസനം നല്ലതാണ്, പക്ഷെ അത് ജനങ്ങളെ കൊന്നിട്ട് വേണോ എന്നാണ് അവർ ചോദിക്കുന്നത്. ചാടി മടുത്തു, കുണ്ടും കുഴിയിലും ചാടി അവരൊരു പരുവമായി. ഇനി അവരുടെ ആരോഗ്യത്തിന് ആരോഗ്യ ഇൻഷുറൻസ് കൂടെ എടുത്തിട്ട് വേണം അതിലൂടെ യാത്ര ചെയ്യാനെന്നാണ് പറയുന്നത്. റോഡ് ആക്സിഡന്റ് ക്ലെയിം മാത്രമല്ല, ആരോഗ്യ ക്ലെയിമും കൂടെ ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ ആരാണ് സമാധാനം പറയേണ്ടത്? വോട്ട് ചെയ്ത് തലപ്പത്ത് കയറ്റി വെച്ചിരിക്കുന്ന ജനങ്ങളോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കമ്പനിക്ക് ഒരു നാട്ടിൽ വന്ന്, പണ്ട് ബ്രിട്ടീഷുകാര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പിടിമുറുക്കിയതിന്റെ കാരണം നമ്മുടെ മേലാളന്മാരെ കൊണ്ട് പ്രയോജനമില്ലാഞ്ഞിട്ട് തന്നെയാണ്. കൂടുതൽ പൈസയ്ക്ക് വേണ്ടി, കൂടുതൽ ലാഭത്തിന് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചോദിച്ചപ്പോൾ വിപണന കുത്തകകൾ കൊടുത്തു. അങ്ങനെ പതുക്കെ ഏതാണ്ട് 400 വർഷത്തോളം ഇന്ത്യയെ ഭരിക്കാൻ പോകുന്ന പ്രബല ശക്തിയാക്കി മാറ്റാനുള്ള തറ കൊടുത്തത്, നിലം കൊടുത്തത് നമ്മുടെ തമ്പുരാക്കന്മാരാണ്. അത് തന്നെയാണ് ഇവിടെ കമ്പനികൾക്കും ഈ പറയുന്ന ജനസേവകർ, നമ്മുടെ മന്ത്രി മുഖ്യന്മാർ കൊടുക്കുന്നത്. കമ്പനി വന്നോട്ടെ, അവരുടെ പണികൾ ചെയ്തോട്ടെ, പക്ഷെ അതിന് കൃത്യമായ നിഷ്കർഷ, കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരല്ലേ? എന്തുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു? എന്തുകൊണ്ട് അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു? ആരോടാണ് ജനങ്ങൾ പരാതി പറയേണ്ടത്? ഈ കുഴിയിൽ വീണ് മരിക്കുമ്പോൾ അനാഥരാകുന്ന എത്ര കുടുംബങ്ങളാണ്? എത്ര വീട്ടിൽ അന്നമാണ് മുടങ്ങുന്നത്? ഒരു വീട്ടിൽ അമ്മ വീണാൽ അവിടുത്തെ അന്നം മുടങ്ങും. ജോലിക്ക് പോകുന്നവരാണ് ഇന്ന് മിക്ക അമ്മമാരും. അവിടുത്തെ അച്ഛനോ, അവിടുത്തെ സഹോദരനോ, അവിടുത്തെ കുട്ടികളോ വീണാലും ആ കുടുംബം തകരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ കുടുംബങ്ങളും തകർത്തുകൊണ്ടാണോ ഉയരപ്പാത നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് രണ്ട് സൈഡും, നമ്മൾ അരൂർ തൊട്ട് കുമ്പളം ടോൾ നോക്കണ്ട, തുറവൂർ തൊട്ട് കുമ്പളം ടോൾ പാസ് വഴി നോക്കിയാലും ഉയരപ്പാതയുടെ ഇരുവശങ്ങളിലുമുള്ള റോഡുകളുടെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന കമ്പനിക്കാർ, അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, കമ്പനിക്കാർ എന്തുകൊണ്ടാണ് സമാന്തര പാതകൾ കുറച്ചു നാളത്തേക്കെങ്കിൽ പോലും വൃത്തിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ്? അവർക്ക് ആരെയും ഭയമില്ല, അവരെ ചോദ്യം ചെയ്യാൻ ആളില്ല. ജനങ്ങൾ എങ്ങനെ വേണമെങ്കിലും തുഴഞ്ഞു പൊയ്ക്കോട്ടെ, എഴഞ്ഞോ തുഴഞ്ഞോ ആംബുലൻസിലോ എങ്ങനെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ മുക്കിലും തുറവൂർ കഴിഞ്ഞ ഒരു രണ്ട് സ്റ്റോപ്പ് വെപ്പിൽ ആംബുലൻസ് ഇടുന്നത് വളരെ നന്നായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ഓരോ ആൾക്കാരും മക്കളുമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടും വന്ന് റോഡിൽ വീഴുന്നുണ്ട്. അപ്പൊ പിന്നെ ആംബുലൻസ് എടുത്തുകൊണ്ട് പോയാൽ അവർക്ക് അവരുടെ സ്ഥലത്തെത്താം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഒരു നിർബന്ധിത സേവനം എന്ന നിലയിൽ കുറച്ച് ആംബുലൻസുകൾ KSRTC ബസ്സിലും മറ്റ് സമാന്തര സർവീസിനും പകരം നിങ്ങൾ ആംബുലൻസുകൾ ഇറക്കൂ. ആംബുലൻസുകൾ ഇറക്കുകയാണെങ്കിൽ വേറൊന്നുമല്ല, ആൾക്കാർ കൃത്യസമയത്ത് സ്ഥലത്തെത്തിക്കോളും. ഈ മറ്റേ നിലവിളി ശബ്ദം വിട്ടുകൊണ്ട് അവര് ചെല്ലുമല്ലോ. അങ്ങനെ എന്തെങ്കിലും നോക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്നാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം. ഇനിയും ഇങ്ങനെ തുടർന്ന്, ഇപ്പോ എന്തായാലും സമരം ഒരു ഫലം കണ്ടിട്ടുണ്ട്. അവർ വളരെ ശാന്തമായ സമരമാണ് നയിച്ചത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിന് സഹിക്കാൻ പറ്റില്ല, ഓണവും ക്രിസ്മസും വന്നു പൊയ്ക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ദിവസേനയുള്ള ജോലി ചെയ്യാൻ, കുട്ടികളെ സ്കൂളിൽ വിടാൻ, ആശുപത്രിയിൽ പോകാൻ, നടന്നു പോകാൻ, കടകളിൽ പോകാൻ ഞങ്ങൾ എങ്ങനെ പോകും? ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഭീതിയോടെയാണ് നടക്കുന്നത്. 6:30 കഴിഞ്ഞാൽ ഇരുട്ടായി, അവിടെ ഒന്നും വെളിച്ചമില്ല. 6:30 കഴിഞ്ഞും 6:30ക്കും 10നും ഇടയിൽ എന്തോരം അപകടങ്ങളാണ് ഇന്നിപ്പോ തുറവൂരും അരൂരും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ ന്യൂസ് ചാനൽസ് നോക്കിയാൽ മതി, നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് പോലെ കേരളത്തിലെ ജീവൻ, യുവാക്കളുടെ ജീവൻ, അമ്മമാരുടെ ജീവൻ എല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനും ഈ പറയുന്ന കരാർ കമ്പനിക്കും ഇത് ചെയ്യാൻ മുന്നോട്ട് ആശയം വെച്ചവർക്കുമുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവൻ കൈ പിടിച്ചുകൊണ്ടുള്ള ഈ നെട്ടോട്ടം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങളുടെ നട്ടല്ലൊടിച്ചല്ല നാട്ടിൽ വികസനം നടത്തേണ്ടത്, അതിന് തക്കതായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി, തക്കതായ സമാന്തര റോഡുകൾ വികസിപ്പിച്ചുകൊണ്ട്, നല്ല റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെയും ജനകീയ സമിതിയുടെയും ആവശ്യം. നന്ദി.